പരസ്പരം പ്രണയിക്കുന്നതിന് ശമ്പളം നൽകുകയോ വിചിത്രമായിരിക്കുന്നു അല്ലേ? പക്ഷെ ആലോചിച്ച് നോക്കുമ്പോൾ പ്രണയിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. അതിന് ശമ്പളം നൽകുക എന്നുള്ളത് അത്യാവശ്യം തന്നെയാണ്. വ്യത്യസ്തമായ ആശയങ്ങളെ വളരെ വ്യത്യസ്തമായ തന്റെ ഭാഷാ ശൈലി കൊണ്ട് വായനക്കാരുടെ മുൻപിൽ അവതരിപ്പിച്ച് അവരെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു എഴുത്തുകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ. അത്തരത്തിൽ ബഷീറിന്റെ മറ്റൊരു വ്യത്യസ്തമായ പ്രണയ നോവൽ അതാണ് പ്രേമലേഖനം. തന്റെ വീട്ടുടമസ്ഥന്റെ മകളായ സാറാമയോടുള്ള കേശവൻ നായരുടെ അടങ്ങാത്ത പ്രണയമാണ് ഈ ഒരു പുസ്തകത്തിന്റെ പ്രധാന പ്രമേയം. കേശവൻ നായർ സാറാമയെ പ്രണയിക്കുന്നത് പോലെ സാറാമ തിരിച്ച് കേശവൻ നായരെ പ്രണയിക്കുവാനായി അയാൾ സാറാമയ്ക്ക് ഒരു ശമ്പളം നൽകുന്നതും അവർ തമ്മിലുള്ള പ്രണയ സല്ലാപങ്ങളും ഒക്കെ ഇന്നോളം ഒരു പുസ്തകത്തിൽ നമ്മൾ വായിച്ചിട്ടില്ലാത്ത, ഇനി ഒരു പുസ്തകത്തിലും വായിക്കാൻ ഇടയില്ലാത്ത അത്രയും അതിമനോഹരമായ വ്യത്യസ്തമായ ഒന്ന് തന്നെയായിരുന്നു. കേശവൻ നായരും സാറാമയും പ്രണയിച്ച് വിവാഹം കഴിച്ചാൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള മാറ്റങ്ങളെ കുറിച്ച് അവർ ചിന്തിക്കുന്നതും തങ്ങൾക്ക് ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന മകനെ എന്ത് പേരിട്ട് വിളിക്കണമെന്ന് അവർ ആലോചിക്കുന്നതും തങ്ങൾക്ക് ഭാവിയിൽ മക്കൾ ഉണ്ടാകുമ്പോൾ അവരെ ഏത് മതത്തിൽ ഉൾപ്പെടുത്തി വളർത്തണമെന്ന് അവർ ആലോചിച്ചു പോകുന്നതും ഒക്കെ ഈ പുസ്തകത്തിന്റെ മാറ്റ് വർദ്ധിപ്പിക്കുന്ന ഒന്ന് തന്നെയായിരുന്നു. അതികഠിനമോ ബ്രഹ്മാണ്ഡ പ്രണയകഥയോ ഒന്നുമല്ല, മറിച്ച് ഓരോ വായനക്കാരനെയും ഹൃദയത്തെ സ്പർശിക്കുന്ന വളരെ ലളിതവും സുന്ദരവുമായ ഒരു പ്രണയകഥ. അതാണ് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പ്രേമലേഖനം. ബഷീറിന്റെ കൃതികൾ ഇഷ്ടപ്പെടുന്ന, പ്രണയ നോവലുകൾ ഇഷ്ടപ്പെടുന്ന വായനക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്തുവാൻ പാടില്ലാത്ത ഒരു വായനാനുഭവം തന്നെയാണ് പ്രേമലേഖനം.